ഇവിടെ ഈ ബ്ലാസ്റ്റേഴ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു പിടിയില്ല. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് 2 താരങ്ങളില്ലാതെ 9 പേരായി ചുരുങ്ങിയ ഒരു സ്ക്വാഡുമായിട്ട് ഡിഫെൻഡ് ചെയ്ത് 1-0 ജയിച്ചു. ക്ലീൻ ഷീറ്റോടെ ജയിച്ചു എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഓട്ട വീണ പ്രതിരോധത്തിൻ്റെ കരുത്ത് ഇത്രമാത്രം ഉണ്ടോ? അവിടെ ക്വാമി പെപ്രയുടെയൊക്കെ പ്രതിരോധത്തിലെ മികവൊക്കെ എടുത്തെടുത്ത് വരേണ്ടതാണ്. പറഞ്ഞു വന്നത് ഇതൊന്നും അല്ലടേ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ച് ടി ജി പുരുഷോത്തമൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ പുള്ളി പറയുകയാണ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് 27 അംഗങ്ങളുള്ള ഒരു വലിയ സ്ക്വാഡ് ഉണ്ട്. അതിൽ നിന്ന് 2 പേര് പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. മികച്ച താരങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്ത് വന്ന് ജയിക്കും എന്നൊക്കെയാണ് ടി ജി പുരുഷോത്തമൻ പറഞ്ഞത്. പറഞ്ഞ നല്ല കാര്യമാണ്, മാസ് ഡയലോഗാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ 9 പേരെ വെച്ച് കളിച്ച് ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ ജയിച്ചു എന്നാണ് അണ്ണനോട് പറയാനുള്ളത്. ഇവിടെ അങ്ങനെ ഒരു തമാശയ്ക്ക് പറയുന്നതല്ല. അപ്പം ഇഞ്ചുറി വരുമ്പം അല്ലെങ്കിൽ താരങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ മറ്റുള്ള താരങ്ങൾ സ്റ്റെപ്പ് ഇൻ ചെയ്ത് നന്നായിട്ട് കളിക്കേണ്ടത് തന്നെയാണ്. 27 അംഗങ്ങളുള്ള ഒരു സ്ക്വാഡാണ് ഞങ്ങളുടേത്, ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. ഈ പറച്ചിലൊക്കെ കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഈ വിജയത്തിൽ ആരും അത്രയ്ക്കും അങ്ങോട്ട് സന്തോഷിക്കേണ്ട കാര്യമില്ല. വിജയങ്ങൾ തുടർച്ചയായിട്ട് വന്നാൽ മാത്രം സന്തോഷിച്ചാൽ മതി എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. കുറേ അധികം കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പ്രോപ്പറായിട്ട് കണ്ടനൊന്നും ചെയ്യാത്തത്. ഒരുത്തനെ ഒന്ന് സ്പോട്ട് ചെയ്ത് പൊട്ടിക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടേ കുറച്ച് സ്വസ്ഥത കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്.